ഇന്നലെ രാവിലെ 8 മണിക്കാണ് അനന്തു ഈ മുക്കോലയിലുള്ള വീട്ടിൽ നിന്നും കോളേജിലേക്ക് പോകാനായി ഇറങ്ങിയത്. വീടിന് തൊട്ടപ്പുറത്ത് തന്നെ ഏകദേശം ഒരു 500 മീറ്റർ മാത്രം മാറിയാണ് അപകടമുണ്ടാകുന്നത്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് കല്ല് കൊണ്ടുവന്ന ടിപ്പറിൽ നിന്നും ഒരു കല്ല് തെറിച്ച് അനന്തുവിൻ്റെ തലയിൽ വീഴുകയും പിന്നീട് അനന്തുവിൻ്റെ ബൈക്ക് ഒരു മതിലിൽ പോയി ഇടിക്കുകയുമാണ് ചെയ്തത്. 26 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഇന്നലെ വൈകുന്നേരം കോളേജിൽ പോയി മടങ്ങി വീട്ടിലേക്ക് എത്തേണ്ട ഒരു ചെറുപ്പക്കാരൻ ഇന്നിപ്പോൾ രാവിലെ കോളേജിലെ പൊതുദർശനവും കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തീകരിച്ച് ഒടുവിൽ വീട്ടിലേക്ക് എത്തുമ്പോൾ ചേതനയേറ്റ ശരീരമാണ്. സങ്കടക്കടലാണ് മുക്കോല എന്ന് പറയുന്ന ഈ ചെറുഗ്രാമം. 2 മാസങ്ങൾക്ക് മുൻപ് ഒരു സ്കൂൾ ടീച്ചറുടെ കാലിൽ ഇത്തരത്തിൽ വാഹനം കടന്നുപോയി അപകടം പറ്റി അവരുടെ കാൽ മുറിച്ചു മാറ്റേണ്ട അവസ്ഥ വന്നു. ആ അവസ്ഥയുണ്ടായിട്ടും MLAയുടെ നേതൃത്വത്തിൽ ഇവിടെ കോവളം MLA എം വിൻസെന്റിൻ്റെ നേതൃത്വത്തിൽ ഇത്തരം അമിതഭാരം കയറ്റിവന്ന വാഹനങ്ങൾ തടഞ്ഞിടുന്നതടക്കമുള്ള പ്രതിഷേധ നടപടികളിലേക്ക് പോയി. അത്തരത്തിൽ MLA അടക്കം ഇടപെട്ട് ഒരു പ്രതിഷേധം ഉണ്ടായിട്ട് പോലും ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ അനന്തുവിൻ്റെ മരണത്തിലേക്ക് നയിച്ചത്. ഈ തുറമുഖത്തിൻ്റെ കവാടമായ മുല്ലൂര് തൊട്ട് ഹൈവേ വരെയുള്ള റോഡ് പൂർത്തീകരിക്കാത്ത പക്ഷം ഇത് ഇനി തുടർന്നും സംഭവിക്കുമെന്നുള്ളതാണ് ജനങ്ങളുടെ ഒരു വിലയിരുത്തൽ. അമ്മയും സഹോദരിയുമാണ് ഇന്നലെ അനന്തു വീട്ടിൽ നിന്നും പോകുമ്പോൾ വീട്ടിലുണ്ടായിരുന്നത്. ആ അമ്മയ്ക്ക് അവസാന ചുമതല നൽകി വീട്ടിൽ നിന്നും ഇറങ്ങി പോകുമ്പോൾ അനന്തു ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു നിമിഷത്തെ ഒരു പ്രശ്നം മാത്രമാണ്. വാഹനത്തിൽ നിന്നും കല്ല് തെറിച്ച് വീഴുന്ന സമയത്ത് അനന്തുവിൻ്റെ വാഹനം ഒരു അല്പം മുൻപോട്ടോ പിൻപോട്ടോ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ അപകടം ഒഴിവായേനെ. പക്ഷേ എന്ത് പറയാനാണ്, അതൊന്നും സംഭവിച്ചില്ല. അനന്തുവിൻ്റെ ജീവൻ നഷ്ടമാകുന്ന അവസ്ഥയുണ്ടായി. അനന്തുവിൻ്റെ പിതാവ് ഗൾഫിലായിരുന്നു. ഈ വിവരം അനന്തുവിൻ്റെ പിതാവ് മാധ്യമങ്ങളിലൂടെയാണ് മരണവാർത്ത അറിയുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെയാണ് പിതാവ് ഇവിടേക്ക് എത്തുന്നത്. ഇപ്പോൾ എന്തായാലും മന്ത്രി വി ശിവൻകുട്ടിയും GR അനിൽ അടക്കമുള്ളവരും അനന്തുവിൻ്റെ വീട്ടിലെത്തിയിരുന്നു. മേയർ അടക്കമുള്ള എം വിൻസെൻ്റ് MLA അടക്കമുള്ളവരെല്ലാം ഇവിടേക്ക് എത്തി. പക്ഷേ ആർക്കും അനന്തുവിൻ്റെ കുടുംബത്തെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആകുന്നില്ല. നാട്ടുകാരുടെ ജീവൻ അപായം ഉണ്ടാകുന്ന രൂപത്തിലും അപകടം ഉണ്ടാകുന്ന രൂപത്തിലും ഒരു കാരണവശാലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി പാടില്ല. അത് ഗവൺമെൻറ് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇതിനെ സംബന്ധിച്ചിടത്തോളം ജില്ലാ കളക്ടർ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും തുടർ നടപടി എന്നുള്ള കാര്യമാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. എന്തായാലും ഇനിയെങ്കിലും ഇതുപോലെ ഒരു അപകടം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രതീക്ഷിക്കാം.